വൈക്കം തലയോലപ്പറമ്പിൽ ബസ് തലകീഴായി മറിഞ്ഞു. തലയോലപ്പറമ്പ് വെട്ടിക്കാട്ട് മുക്കിലായിരുന്നു അപകടം. അമിത വേഗതയാണ് അപകടത്തിന് കാരണം. ഷിനോ ജസ്റ്റ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഷിനോജ്, ഈ അപകട കാരണം എന്താണ്? എത്ര പേരുണ്ടായിരുന്നു? ആർക്കെങ്കിലും പരിക്കുണ്ടോ? വൈകിട്ട് 7:15 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. തലയോലപ്പറമ്പ് വെട്ടിക്കാട്ട് മുക്കിലായിരുന്നു അപകടം. ഈ നാട്ടുകാരിൽ നിന്നൊക്കെ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് തന്നെയാണ്. എറണാകുളം പാല ഇരറ്റുപെട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന ആവേ മരിയ എന്ന സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. വളരെയധികം വേഗതയിലാണ് ബസ് വന്നത് എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഏകദേശം 70ഓളം ആളുകൾ ഈ ബസ്സിനകത്തുണ്ടായിരുന്നു. ഇതിൽ ഏകദേശം 50ഓളം അടുപ്പിച്ച ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ പരിക്കേറ്റ 50 ആളുകളെയും 50ഓളം വരുന്ന യാത്രക്കാരെയും 4 ആശുപത്രികളായിട്ടാണ് നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മുട്ടുച്ചിറയിലെയും പൊതിയിലെയും സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ വൈക്കം താലൂക്ക് ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായിട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ ഈ വൈക്കം താലൂക്ക് ആശുപത്രിയിലുമൊക്കെ ആദ്യം പ്രവേശിപ്പിച്ച ആളുകളിൽ പലരെയും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. എന്തായാലും ഈ മേഖലയിലൊക്കെ ആകെ ഇപ്പോൾ റോഡ് ഗതാഗതമൊക്കെ തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ബസ് എടുത്തു മാറ്റണമെങ്കിൽ ക്രെയിൻ വന്നാൽ മാത്രമേ ഈ ബസ് തലകീഴായി മറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എടുത്തു മാറ്റണമെങ്കിൽ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിയാൽ മാത്രമേ ഈ ഗതാഗതമൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. വൈക്കം MLA CK ആശ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ പ്രദേശത്ത് ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഈ ഏകദേശം ഒരു 1.5 മണിക്കൂറായി ഈ വൈക്കം ഈ പാത തലയോലപ്പറമ്പ് റൂട്ടിൽ റോഡ് ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ആവേ മരിയ എന്ന് പറയുന്ന സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ശരി.